അപ്പൊ എന്താണ് പിങ്ക് ജോബ് എന്ന് നിങ്ങൾക്ക് അവർക്ക് അറിയുന്നതാണ്. എന്നാലും പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് കൂടി ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ കോഴിക്കോട് ആസ്ഥാനമാക്കി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ നാപ്കിൻ ബ്രാൻഡായ ഫെയർ വിങ്സ് നടപ്പാക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പിങ്ക് ജോബ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന പദ്ധതിയിലേക്ക് അവർക്ക് ഒരു ചെറിയൊരു കൈത്തൊഴിൽ, ഒരു തൊഴിൽ, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബിസിനസ്, അതിലൂടെ ഒരു ചെറിയ ഏണിങ്സ്, അതോടൊപ്പം തന്നെ അവരെ എല്ലാ രീതിയിലും അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ പിങ്ക് ജോബ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസത്തോളം ആവും. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ സ്ഥലം. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോ ഞാൻ ഇതിലേക്ക് വന്നത് ഫൈസൽ സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഫൈസൽ സാറാണ് നമുക്കിവിടെ സെയിൽസ് ട്രെയിനിങ്ങും മറ്റൊക്കെ തരുന്നത്. സാറിന് വിംബിൾ അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു അക്കാഡമി സാറിന് ഉണ്ട്. സാർ അതിന്റെ ഫൗണ്ടറും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും കൗൺസിലറും മാസ്റ്റർ ട്രെയിനറുമാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനേഴ്സിന്, പ്രഗത്ഭരായ ട്രെയിനേഴ്സിനെ കൊണ്ടൊക്കെ നമ്മളിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പല വിഷയങ്ങൾ, അതായത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അതുപോലെ അല്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ന്യൂസിൽ തന്നെ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്, ഒരു സ്ത്രീ പലയിടത്തും അവള് ചൂഷണം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. അതായത് ഇന്ന് നമ്മളിപ്പോ വാർത്ത മാധ്യമം തുറന്നു നോക്കിയാലും, ന്യൂസ് ചാനൽ തുറന്നാലും കാണുന്നത് എന്താണ്? സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ടതും പ്രമുഖരായ പല നടീനടന്മാരൊക്കെ പീഡനം അനുഭവിക്കുന്നത്. അപ്പൊ ഏതൊരു മേഖലയിലും, ഈ സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല, ഏതൊരു മേഖല എടുത്തു നോക്കിയാലും സ്ത്രീകൾ ഒരു വീക്കർ ജെൻഡർ ആയിട്ട് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മളിവിടെ ആരാണ് ശക്തിപ്പെടുത്തേണ്ടത് സത്യത്തില്? ഒരു ഗവൺമെന്റ് ആണോ? ഇതിപ്പോ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ കമ്മിറ്റിയും കമ്മീഷനും മറ്റുമൊക്കെ. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും ഒരു നീതി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനങ്ങറ്റം വരെ പോകാവുന്നിടത്തോളം പോകുന്നവർക്കാണെങ്കിൽ ഒരു പക്ഷേ നീതി കിട്ടും. അതല്ല എങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുന്നവർക്ക്, ഇപ്പോ നീതിക്ക് വേണ്ടിയിട്ട് അലമുറയിട്ട് അതിന്റെ പുറകെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് അവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ്. അതല്ല ഇത് ഈ ഒരു ആഘോഷങ്ങളൊക്കെ കെട്ടടങ്ങി കഴിയുമ്പോൾ, ഈ മാധ്യമ ചർച്ചകളൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാം വീണ്ടും പഴയപടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മള് ശാക്തീകരിക്കപ്പെടേണ്ട ഒരു നീതി നിയമ വ്യവസ്ഥയുടെയും പുറകിൽ പോകാതെ നമ്മൾ തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയാ, ശക്തിപ്പെടേണ്ടടുത്ത് ശക്തിപ്പെടുക, അതാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റോ ഒരു നീതിപീഠമോ ഒന്നും മുന്നോട്ട് വരുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണഘടന വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ആ ഒരു ഭരണ പരിഷ്കർത്താക്കൾ അറിയാലോ നിങ്ങൾക്ക്, സ്ത്രീകൾക്ക് വലിയ വില കൊടുക്കാത്ത ആൾക്കാരാണ്. പിന്നെ ഇവിടെയും സ്ത്രീകളെ വില കുറച്ച് കാണിക്കുന്നു. അങ്ങനെയൊക്കെ തുടങ്ങി നമ്മൾ ഇന്ന് അനുഭവിക്കാവുന്നതിന്റെ അപ്പുറം നമ്മൾ അനുഭവിച്ചിട്ടിരിക്കുന്നവരാണ് ഈ സ്ത്രീകളൊക്കെ. ഇനി ഇന്ത്യക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത്, ഈ അടുത്ത് നമുക്ക് സ്വാതന്ത്ര്യ ദിനമൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടാടി. പക്ഷെ ഓരോ വീടുകളിലും ഓരോ സ്ത്രീകൾ ചിലപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും, മാനസികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടാവും. സമ്പത്തൊക്കെ ഈ പെണ്ണിന് അനുകൂലമാണ്. ഇപ്പോ സ്ത്രീധനം ഇല്ലാതെ വിവാഹം കഴിക്കുക, സ്ത്രീധനത്തിനെതിരെ ഇതാക്കുക എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇവിടെ എന്താണ്, പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല സ്ത്രീകളും, അല്ലെ? അപ്പൊ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മള് എല്ലാ നിലയിലും ശക്തമായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക. അതുപോലെ നമ്മൾ എല്ലാ നിലയിലും ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി, അതുപോലെ എല്ലാ നിലയിലും മാനസികമായി, സാമ്പത്തികമായി, 4 കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും ഓക്കെ ആണ് എങ്കിൽ മാത്രമേ നമ്മൾ ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഒക്കെ പല ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഒരിക്കലും നമ്മൾക്ക് അതിലൊന്നും നമ്മൾ തൃപ്തരല്ല എന്നാണ് ഇന്നത്തെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടും മറ്റൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്,
നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായ അവസരങ്ങൾ തേടിപ്പോയി, എന്നാൽ തേടുന്നിടത്തെല്ലാം നമ്മൾ സുരക്ഷിതരാണെന്ന് സ്വയം ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ നോ പറയേണ്ടടുത്ത് അതിശക്തമായി തന്നെ നോ പറയുക എന്നുള്ളതാണ്. അങ്ങനെ പറയേണ്ടടുത്ത് അങ്ങനെ പറയാ, കാര്യകാരണങ്ങൾ വ്യക്തമാക്കി പറയേണ്ടടുത്താണെങ്കിൽ അങ്ങനെ പറയാ. അപ്പോൾ ഒരിക്കലും പിന്നോട്ടടിക്കരുത്. നമ്മൾ മുന്നോട്ട് വെച്ച കാലും പിന്നോട്ടെടുക്കാനും പാടില്ല. നമ്മളുടെ കൺട്രോളിൽ നമ്മൾ നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ അപ്പോഴും ഞാൻ ഒന്ന് എടുത്തു പറയുന്നത്, ഒരിക്കലും പുരുഷന് മേലെ പോണം എന്നുള്ളതല്ല. നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് അവർക്കൊരു സഹായം, അല്ലേ? കുറെ കാശൊക്കെ ആയല്ലോ, ഇനി എന്തിനാ അവരനുസരിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നൽ വരും. ഒരിക്കലും ഒരു തരം ഫെമിനിസം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ആണുങ്ങളെ തീരെ കണ്ടുകൂടാത്തൊരു വർഗം. ഒന്ന് ഫെമിനിസം അവർ പറയുമ്പോഴും ആണുങ്ങൾക്ക് അവർ വില കൽപ്പിക്കുന്ന ഒരു ഫെമിനിസം. ഇത് രണ്ട് രീതിയിലുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്കും അവർക്കും ഒരുമിച്ചൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ ആകാൻ എല്ലാ രീതിയിലും ശാക്തീകരിക്കപ്പെട്ട നമ്മുടെ കുടുംബത്തിനും നാടിനും വീടിനും മക്കൾക്കൊക്കെ നല്ലൊരു മാതൃകയായി ഒരു റോൾ മോഡൽ ആകാൻ പറ്റുന്ന ഒരു സ്ത്രീയായി തീരട്ടെ എന്ന് ഞാൻ എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാണ്. അതോടൊപ്പം നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നത് വിംബിൾ അക്കാഡമിയിലെ തന്നെ ഒരു ട്രെയിനറും അതുപോലെ ടീച്ചറുമായ ഫാസില മാമാണ്. ഫാസില മാമിന്റെ 3ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഈ പിങ്ക് ജോബിൽ. അപ്പൊ മാമിനെ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഇതിൽ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ നബില മാം ആണ്. പിന്നെ നമുക്ക് ഇതിൽ ക്ലാസ്സുകളൊക്കെ തരുന്നത് നമ്മുടെ ഫൈസൽ സാറുമാണ്. ഫൈസൽ സാറിനെ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഞാൻ ഫാസില മാമിനെ ഒന്നുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. മാം പ്ലീസ് വെൽക്കം. Okay, thank you, ma'am. Okay, good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. 1 minute. Hello, good afternoon. Sorry. Okay. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, നല്ല വിശപ്പൊക്കെ മാറി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലെ നമ്മളിപ്പോ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും റെസ്പോണ്ട് ഒക്കെ ചെയ്യാട്ടോ, അപ്പോഴേ എനിക്കൊരു ഇൻസ്പിറേഷൻ വരും. കാരണം ഫുഡ് കഴിച്ച സമയമായതുകൊണ്ട്. ഓക്കെ, ഫുഡ് കഴിച്ചു ഇരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഇപ്പൊ നമ്മളിന്ന് ഫുഡൊക്കെ കഴിച്ചത് നമ്മൾ ഉണ്ടാക്കിയ ഫുഡാവും നമ്മളിന്ന് കഴിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾക്കൊക്കെ ഫീൽ ചെയ്തിട്ട് നമ്മളെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എത്ര നമ്മൾ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും ചിലപ്പോ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു കമന്റ്സ് ഉണ്ടാവും അല്ലെ, കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. നമ്മൾ ഉണ്ടാക്കിയ ചിലപ്പോ 2ഓ 3ഓ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് എല്ലാ സാധനങ്ങളും ആളുകളുണ്ടാവും. ഉള്ളത് മാം ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഹലോ, ചെക്ക് ആവുന്നുണ്ടല്ലോ, നല്ലോണം മനസ്സിലാവുന്നില്ല. കട്ടായി. ഹലോ, ചെക്ക് ആവുന്നു മാം. ഹലോ, ഓടില്ലേ? ഓഡിബിൾ ആണ്, ഇടയ്ക്ക് ചെക്ക് ആവുന്നുണ്ട്. പുറത്ത് എവിടെയാണ്? ഓഫീസിൽ എവിടെയാണ്? ഹലോ, ഓക്കെ ആണ്. ഓക്കെ അല്ലേ? ഞാനിന്ന് വീട്ടിലല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യാറുന്നില്ല. പക്ഷെ ഇവിടെ എമർജൻസി ആയിട്ട് ഒരാളുടെ ഫാദർ ഇൻ ലോ മരിച്ചുപോയി. അപ്പോ ഇപ്പൊ എക്സാമിന്റെ ടൈം അല്ലേ, അപ്പൊ എക്സാം ഡ്യൂട്ടി കിട്ടി.
അപ്പോ അവിടെയാണ്, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. അവിടുത്തെ ബഹളമൊന്നും ഇല്ല, സെപ്പറേറ്റ് റൂം തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ ഇഷ്യൂ, വോയിസ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? സ്റ്റക്ക് ആവുന്നുണ്ട് മാം ഇടയ്ക്കിടയ്ക്ക്. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മുടെ നെഗറ്റീവ്സ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറെ എയിംസ് ഉണ്ട്, ഇതൊക്കെ നമ്മളില് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് നമ്മളുടെ ഇങ്ങനെയുള്ള കുറെ നമ്മുടെ അച്ചീവ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി അച്ചീവ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്ന ചില കമന്റ്സ് ഉണ്ടാവും, ഷോ അന്നെ കൊണ്ടൊക്കെ അതിനൊക്കെ പറ്റുമോ? നമ്മൾ മിക്ക ആളുകളും കേട്ടിട്ടുള്ള ഡയലോഗ്സ് ആണ് ഇതെല്ലാം. നിന്നെ കൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ പറ്റുമോ? വെറുതെ ഒരു കാശ് കളയാൻ ഒരു പുറപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുന്നോട്ട് വെച്ച കാലം പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള കുറെ കമന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ശരിക്കും നല്ല പോസിറ്റീവായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ഇറങ്ങിയതായിരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ തന്നെ ചിന്തിക്കും, ശരിയാണല്ലോ, ഇനിയിപ്പോ അവിടെ ഇറങ്ങി ആകെ മോശമായാൽ ഇപ്പൊ എല്ലാവരും ഞാനും കേൾക്കണ്ടേ, ഇപ്പൊ ഒരാളതേ കേട്ടുള്ളൂ, ഇനി ഇതുപോലെ കുറെ ആൾക്കാരത് കേൾക്കണ്ടേ. അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് തോട്ട് നമ്മളോട്ടാണ് കയറാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഇറക്കി വെച്ച കാല് വോട്ട് വലിച്ച് നമ്മൾ ഇരുന്ന സീറ്റിൽ തന്നെ ഇരിക്കും, അല്ലെ? ആളുകൾക്ക് പക്ഷെ ഇതിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് മുന്നോട്ട് പോകണം. എപ്പോഴും നമ്മൾ പറയും നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ നെഗറ്റീവ്സിൽ നിന്നൊക്കെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്തിരാന്നുണ്ടെങ്കിൽ. ഹലോ, ഇത് ക്ലിയർ അല്ലടോ? ക്ലിയർ ഉണ്ട്, ക്ലിയർ ഉണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഈ നെഗറ്റീവ്സിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു സക്സസിൽ എത്താൻ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെ? ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ? നമ്മുടെ ഒന്നുകിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം, ഈവൻ നമ്മുടെ ഹസ്ബൻഡ്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സ് ആയിരിക്കാം, അല്ലെ റിലേറ്റീവ്സ് ആയിരിക്കാം. അങ്ങനെ മിക്ക ആളുകളിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, ഇതൊന്നും നിനക്ക് പറ്റുന്ന പണിയൊന്നുമല്ല, വെറുതെ കാശ് കളയാൻ, സമയം വേസ്റ്റ് ചെയ്യാൻ, ആ സമയം കൊണ്ട് ഇവിടെ വല്ലതും ചെയ്താൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളോട് ഇൻജക്ട് ചെയ്യും. അങ്ങനത്തെ കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുന്നത്. അപ്പോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ നമ്മളോട് ഒരാള് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ നമ്മുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ, ഇനി നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ ഇറങ്ങാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളോട് ചാടിക്കേറി നമ്മൾ ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. പെട്ടെന്ന് അയാൾ നമ്മളോട് പറഞ്ഞ അതേ ട്യൂണിൽ നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഇറങ്ങിയവരാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നമ്മൾ കളയാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അയാളോട് നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ ഇട്ടിട്ട് അതിനൊന്ന് എന്ത് ചെയ്യാം, മോൾഡ് ചെയ്യാം. അത് ഏത് രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് ചിന്തിക്കാം. റിയാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റയടിക്ക് ഇങ്ങോട്ട് തന്ന അതേ റിസൾട്ടിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കാം. പക്ഷെ അതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ചിന്തിച്ചിട്ട് അതിന് റെസ്പോൺസ് കൊടുക്കാം. സാവകാശം ഇട്ടിട്ട് അതിന് ഒരു മെച്ചേർഡ് ആയിട്ടുള്ള, നമ്മളെ ബ്രെയിനിൽ അതിനെ പ്രോസസ് ചെയ്ത് ഒരു മെച്ചേർഡ് ആയിട്ട് നല്ല രീതിയിൽ ഒരു റെസ്പോൺസ് കൊടുക്കാം. എനിക്ക് പറ്റും, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മയത്തിൽ അയാളോട് നമ്മൾ സംസാരിച്ചിട്ട് പിന്നെ കൂടുതൽ സംസാരത്തിൽ നിൽക്കാണ്ട് അവിടെ പെട്ടെന്ന് ആ ഒരു സബ്ജക്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. പിന്നെ പറഞ്ഞാല് ഇങ്ങനെയുള്ള ആളുകൾ മിക്ക ആളുകളും ഭയങ്കര ഗോസിപ്പ് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകളായിരിക്കും. അപ്പൊ നമ്മൾക്കിപ്പോ ഒരു സക്സസ് അറ്റൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഗോസിപ്പിലൊന്നും നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന ജോലിയല്ല. നമ്മൾക്ക് എന്താണ്, നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്സിലാണ് നമ്മൾ കൂടുതൽ ടൈം കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ആളുകളെ മാക്സിമം മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അവരെന്ത് ചെയ്യുക, അവരെ ഇഗ്നോർ ചെയ്യുക. പിന്നെ ഒരിക്കലും അവരറിഞ്ഞോണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ പരിഗണിക്കാത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും അവരോട് സംസാരിക്കരുത്. കാരണം നമ്മൾക്കറിയാം ഏത് സമയത്തും യാതൊരാളെയാണോ നമ്മൾക്ക് ഹെൽപ്പിനുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരാളെ നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പാടില്ല.
നമ്മൾ രീതിയിൽ നല്ല രീതിയിൽ അയാളെ ഒരു അറിയാത്ത രീതിയിലുള്ള ഒരു പിൻവലിഞ്ഞിട്ട് മാറി നിൽക്കുക അങ്ങനത്തെ ആളുകളിൽ. പിന്നെന്ത് ചെയ്യാൻ, നമ്മൾ ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പോകരുത്. നമ്മൾ അങ്ങോട്ട് വാദിച്ച് അങ്ങനെയല്ലല്ലോ ഞാനത് നേടും നിങ്ങൾ എന്താകും അങ്ങനെ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. അവർക്ക് എന്തല്ല, നമ്മൾ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് ലിസണിങ് കപ്പാസിറ്റി ഇല്ല. അവരെന്തായാലും നമ്മളെ നെഗറ്റീവ്സ് മാത്രം റീഡ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. നമ്മളെന്നല്ല മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് റീഡ് ചെയ്യാൻ ഒരു കഴിവുള്ള ആളുകളായിരിക്കും അവര്. അപ്പൊ ഒരിക്കലും നമ്മൾ അവരോട് പോയിട്ട് ആർഗ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവരെന്തൊക്കെയോ പറഞ്ഞ് ജയിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരായി. അപ്പൊ നമ്മൾ പറയുന്ന പോസിറ്റിവിറ്റി, നമ്മുടെ വിഷ്വലൈസിങ്ങും ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യം വരുന്നില്ല. അപ്പൊ നമ്മൾ അതിനൊന്നും മാക്സിമം നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ആർഗ്യൂ ചെയ്യാനൊന്നും നിൽക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അവരതല്ലേ പറഞ്ഞോളൂ, വേണ്ട നമ്മൾക്ക് പറ്റും എന്നുള്ള ഉള്ളിലുള്ള വിശ്വാസത്തെ നമ്മൾ തകർക്കാണ്ടിരിക്കുക. അതങ്ങ് പുറമേലൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ, നമ്മുടെ ഉള്ളിലോട്ട് അതൊന്നും കയറ്റാൻ നിൽക്കരുത്. സൗണ്ട് ഇല്ലല്ലോ മാം. 1 minute തന്നെ പറഞ്ഞല്ലോ. വോയിസ് ഇല്ല മാം, കേൾക്കുന്നില്ല. അത് ഇവിടെ അവരുടെ സ്കൂള് കഴിഞ്ഞ സമയത്തുള്ള പ്രയർ വെച്ചതാണ്. സോറി. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പോകരുത്. അവരൊരിക്കലും നമ്മളുടെ ഈ ആർഗ്യുമെന്റിനോട് എഗ്രി ചെയ്യാനോ അല്ലെങ്കിൽ അത് ലീസൺ ചെയ്തിട്ട് അതിനോട് യോജിക്കാനൊന്നും അവർക്ക് തയ്യാറില്ലാത്ത ആളുകളാണ്. അവരിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഈ ആർഗ്യുമെന്റ് കൊടുത്തു പോകുക എന്നുള്ളതാണ് അവരുടെ ഒരു ടെൻഡൻസി. അതവരിങ്ങനെ ആ ഒരു ടെൻഡൻസി അവരെല്ലാ സ്ഥലത്തും കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരം ആളുകളോട് ഇതിനൊന്നും നമ്മൾ നിൽക്കേണ്ട. നമ്മളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് തോട്ടിനെ നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. നമ്മൾ ഈ ഒരു നെഗറ്റീവ്സ് അത് അവരങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ, ഒരു ചെവിയിലൂടെ കേൾക്കാം മറ്റേ ചെവിയിലൂടെ വിടാം. ഓക്കെ. ഇനി പിന്നെ നമ്മൾ ഇങ്ങനത്തെ ആളുകളോട് നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റും ആയിട്ടായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഹലോ ഹലോ, ഹലോ. കേൾക്കുന്നുണ്ട് മാം. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളോട് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളെ ഉള്ളിൽ വിഷ്വലൈസ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇവരിങ്ങനെ നമ്മളോട് പറയുന്ന സമയത്തും നമ്മളുടെ ഉള്ളില് നമ്മളുടെ എയിമിനെ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് നമ്മൾ എന്ത് ചെയ്യാം, അത് കാണും. ആ ഒരു പോസിറ്റീവ് ഇമേജ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് നല്ല റിസൾട്ട് വരുന്നതും നമ്മൾ ഇവരുടെ മുന്നിലൂടെ നല്ല ഒരു സക്സസിലൂടെ പോകുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു വിഷ്വലൈസിങ് ആ സമയത്ത് നമ്മൾ കാണും. അവരോട് റിയാക്ട് ചെയ്യാനോ അവരോട് മോശം രീതിയിൽ സംസാരിക്കാനോ അതിനൊന്നും നമ്മൾ നിൽക്കേണ്ട. അവരുടെ നെഗറ്റീവ്സിൽ നമ്മൾ തകരാനും പോകരുത്. ഈ ഒരു പോസിറ്റീവ്, ഒരു ദിവസം എനിക്ക് സക്സസ് ഉണ്ടാവും, ഇവരുടെ മുന്നിൽ ഞാനും വിജയിച്ച്, അല്ലെങ്കിൽ ഞാൻ വലിയൊരു ബിസിനസ്സുകാരിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലി വാങ്ങിച്ചിട്ട് ഇവരുടെ മുമ്പിലൂടെ ഞാൻ പോവും, അതിനെനിക്ക് പറ്റും. അത് നമ്മൾ നന്നായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് കാണും. പിന്നെ നല്ല എഫേർട്ട് ഉള്ള ആളുകളോടായിരിക്കും ഇവർ കൂടുതൽ സംസാരിക്കാൻ വരിക.
കാരണം എന്താണ്, ഇവർക്ക് ഇങ്ങനെ എഫേർട്ട് എടുക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ ഇവർക്ക് തോന്നും ഇവർക്ക് ഇത് കിട്ടാത്തൊരു സക്സസിൽ ഇവരെത്തുമ്പോൾ ചില ആളുകൾക്ക് അത് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പൊ ഈ നല്ല എഫേർട്ട് എടുക്കുന്ന ആളുകളോടായിരിക്കും ഇവരിങ്ങനെ നെഗറ്റീവ് കമന്റ്സ് കൊടുക്കാൻ വരിക. അപ്പൊ എന്ത് ചെയ്യാം, അവരോട് ഒരിക്കലും നമ്മൾ ഇമോഷണൽ ആവരുത്. ഇമോഷണൽ ആയിട്ട് നമ്മൾ സംസാരിക്കാണ്ടിരിക്കുക. നമ്മുടെ സങ്കടങ്ങൾ പറയുന്ന രീതിയിലോ അങ്ങനെ ഒന്നും സംസാരിക്കരുത്. നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നല്ല ബോൾഡായിട്ട് എനിക്ക് പറ്റും, ഞാനത് തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയതാ, ഞാൻ അത് കിട്ടിയിട്ടേ ഞാൻ അവസാനിക്കുന്നുള്ളൂ. ഒരു കുറച്ച് വേർഡ്സിൽ നമ്മള് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരിക്കലും നമ്മളെ തളർത്താനും കഴിയില്ല. പിന്നെ ഇവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ മാത്രമേ, ഇവരുടെ സംസാരം നമ്മൾ കേട്ട് നമ്മൾ പുറകോട്ട് വലിയുമ്പോഴാണ് ഇവർ പിന്നെയും പിന്നെയും നമ്മളോട് പറയാൻ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ നമ്മളതിന് കേട്ട് നെവർ മൈൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മളുടെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങാന്നുണ്ടെങ്കിൽ ഇവർ പിന്നീട് അത് പറയാൻ വരില്ല. 1 2 പ്രാവശ്യം വന്ന് പറഞ്ഞ് പിന്നെ നമ്മളത് ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്കത് ഇഷ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ താനെ പുറകോട്ട് അങ്ങ് പൊയ്ക്കോളും. പിന്നെന്ന് പറയുന്നത് ഇവരെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഈ ഫോക്കസിൽ അല്ലെങ്കിൽ നമ്മളുടെ എയിമിൽ എത്തുമ്പോൾ അവർക്ക് അത്രക്ക് അങ്ങോട്ട് ഒരു ഹാപ്പിനെസ് അവർക്ക് തോന്നില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം പരാജിതരാവുന്നു അതിങ്ങനെ എല്ലാവരോടും പറയാനും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവസരം കൊടുക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാല് ഒരാൾ ഇപ്പോ സ്വന്തമായിട്ട് ഒരു കമ്പനിയൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ നല്ല പേയ്മെന്റ് ഒക്കെ ഇറക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ആദ്യം അവരോട് പറയും, പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ തുടങ്ങിയാൽ അവിടെ എത്രയോ തുടങ്ങിയ ആളുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, അങ്ങനെ പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, തളർത്താൻ നോക്കും. എന്നാലോ പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ്, പക്ഷെ നമ്മൾ അതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മളുടെ ജോലി നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മളുടെ എഫേർട്ട് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ പതിയെ എന്തായാലും ഒരാൾക്ക് സക്സസ് 1 2 ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. ചിലപ്പോൾ 1 2 പരാജയങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഒരു സക്സസിൽ ഒരാൾ എത്തുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും മുന്നോട്ടുള്ള സ്റ്റെപ്പ് തന്നെ നമ്മൾ നോക്കണം. ആ സ്റ്റെപ്പ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ നമ്മൾ വിജയം കഴിയുമ്പോൾ ഇവർക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അവനതിനൊക്കെ അവരപ്പം എന്ത് ചെയ്യും, തിരിഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ള ആളുകളാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ നെഗറ്റീവ്സിനോട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, റിയാക്ട് ചെയ്യാനും പോകരുത്. അവരോട് എഗ്രി ചെയ്തിട്ട് അവരുടെ കൂടെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോവുകയും ചെയ്യരുത്. ഇനി നമ്മള് ഒരു 3 തവളകൾ കിണറ്റിൽ വീണ ഒരു സ്റ്റോറി ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയിക്കില്ല. നമ്മൾ 3 തവള കിണറ്റിൽ വീണു. അപ്പോ ഈ സമയത്ത് ഒരു തവള ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങനെ കയറാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പൊ ഒരു തവള പറയും, കയറിയിട്ടൊന്നും കാര്യമില്ല, താഴോട്ട് തന്നെ വീടല്ലേ, കയറിയിട്ട് കാര്യമില്ല എന്നിങ്ങനെ ഒരു തവള പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇതിൽ ഇവര് 3 ആളില് ഒരു തവള ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തവള ഇവരുടെ ഈ ഒരു കൂട്ടത്തിൽ ഒരാളുടെ വാക്ക് കേട്ടിട്ട് അവിടെ തന്നെ നിന്ന സ്ഥലത്ത് തന്നെ ഇവന്റെ കൂടെ നിൽക്കുക. പക്ഷെ ഈ ഒരു തവള ഇങ്ങനെ ഒന്നും കേൾക്കാതെ കയറി പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വള്ളി വിടുമ്പോ എന്ത് ചെയ്യും, താഴോട്ട് വരും, പിന്നെ മുകളിലോട്ട് കയറും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ മുകളിലോട്ട് കയറിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, കിണറിന്റെ പുറത്തെത്തി. പക്ഷെ ഈ താഴെയുള്ള 2 തവള എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കിണറ്റിൽ തന്നെ നിൽക്കാം. അപ്പോ ഈ മുകളിലുള്ള തവള കയറി എസ്കേപ്പ് ആയി എന്ന് കണ്ടപ്പോഴാണ് താഴെയുള്ള 2 ആളും എന്ത് ചെയ്തു, കയറാൻ തുടങ്ങി. അപ്പൊ മുകളിലെത്തിയിട്ട് മറ്റേ തവളയോട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ആ തവളക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അപ്പോ ആ തവളക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടാണ് ആ തവള ഇവര് പറയുന്നത് കേൾക്കാണ്ട് മുകളിലോട്ട് കയറി എത്തിപ്പെട്ടത്. അപ്പൊ ഇതുപോലെ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നും കേൾക്കാത്തവനും ഒന്നും അറിയാത്തവനും ആയിട്ട് നിൽക്കേണ്ടി വരും. അതായത് നമ്മൾ പറയും ചിലപ്പോ നമ്മളൊരു പൊട്ടനായിട്ട് നിൽക്കേണ്ടി വരുമെന്ന്. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അതൊന്നും കേൾക്കാണ്ടേ. പക്ഷെ ഒരിക്കലും നമ്മൾ അവരെ അവരുടെ അനുസരണക്കേട് കാണിക്കുക, അങ്ങനെയല്ല. നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
എനിക്ക് നേടാൻ പറ്റും എന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി നന്നായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് നേടാൻ പറ്റും എന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത കാലം മുന്നോട്ട് തന്നെ വെക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ ഈ തവള ചെവി കേൾക്കാത്തവനായതുകൊണ്ടാണ് ഇവൻക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, മുകളിൽ എത്താൻ പറ്റിയത്. അപ്പൊ അവൻ ജയിച്ചു എന്ന് കണ്ടപ്പോഴാണ് താഴെയുള്ള ആളുകളും പിന്നീട് ഈ നെഗറ്റീവ് പറഞ്ഞ ആളും അവന്റെ അതേ റൂട്ടിൽ വരാൻ തുടങ്ങി. ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ നെഗറ്റീവ്സ് പറയുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളോടും പെട്ടെന്ന് പോയിട്ട് ഷെയർ ചെയ്യും. അത് പറയേണ്ട സ്ഥലത്ത് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം എല്ലാ ആളുകളും നമുക്ക് എപ്പോഴും ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നോ അതിന് ഏത് രീതിയിലാണ് എടുക്കുന്നതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത്രയും നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. അവരോടാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ സക്സസും നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ആരൊക്കെയാവണം എന്നുള്ള കാര്യങ്ങളും അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമ്മളുമായിട്ട് നല്ല റിലേഷനിലുള്ള ആളുകളോടാണ്. എല്ലാ ആളുകളോടും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, എല്ലാ കാര്യങ്ങളും പറയാൻ പോകരുത്. ഇപ്പൊ ചാണക്യൻ പറയണ്ടായിരുന്നു, കൂടുതൽ സംസാരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവപ്പെടും. അപ്പം എല്ലായിടത്തും പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെറപ്പറ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്തൊക്കെയോ പറയാം. ഒരു നിശ്ചിത സമയത്ത് എവിടെയാ എന്താ പറയേണ്ടതെന്നില്ല. അങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്തുണ്ടാവില്ല, അവരുടെ കാര്യങ്ങളിൽ സക്സസിൽ എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് പറയേണ്ട സ്ഥലങ്ങളിൽ എല്ലാം നല്ല രീതിയിൽ പറയണം എന്ന് കരുതി എല്ലാവരോടും പോയിട്ട് എല്ലാം നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പോകരുത്. പിന്നെ എന്ന് പറഞ്ഞാല് എന്താണ്, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് നമ്മളുടെ ഒരു ബേണിങ്സ് അല്ലെങ്കിൽ അതൊരു നമ്മൾക്ക് ഒന്നും കൂടെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ബേണിംഗ് ആയിട്ട് നമ്മൾ അതിനെ മാറ്റണം. അപ്പൊ നമ്മളോട് ഒരാൾ പറയും, ഇവൻ എന്റെ കേസ് ആണെങ്കിൽ ഞാൻ അല്പം നീളം കുറഞ്ഞ ആളാ, അപ്പൊ ഇങ്ങനെ ഈ നീളമൊക്കെ വെച്ചിട്ട് ആരാവാനാ എന്താവാനാ. അപ്പൊ നമ്മളും അതിനെ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് എടുക്കണം. എന്റെ ഈ നീളം കൊണ്ട് എനിക്ക് പറ്റാവുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ ഞാൻ നേടിയെടുക്കണം. ഒരു നീളമില്ലാത്ത ഒരാൾ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ അതിനേക്കാൾ ഉപരി ഈ നീളമില്ലാത്ത ഞാൻ നേടിയെടുക്കണം എന്ന ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ വീക്ക്നെസ് നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റണം. നമുക്കറിയാം ഇഷ്ടം പോലെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കഴിവുകളും നമുക്കുണ്ട് അല്ലെ. പക്ഷെ എത്രയോ ഹാൻഡിക്കേപ്ഡ്സ് ആയ ആളുകൾ ഇന്നും അവര് മരിച്ചതിന് ശേഷം ലോകം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാ, അവരുടെ പോസിറ്റീവിൽ അവർ ഫോക്കസ് ചെയ്തു. ഒരുപാട് ആളുകൾ അവരെയും തളർത്തിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ പോസിറ്റീവിൽ അവർ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെ അവർ മൂവ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ മുന്നേറാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും ഈ ആളുകൾ നമ്മളോട് നെഗറ്റീവ്സ് പറയുമ്പോൾ നമ്മുടെ പോസിറ്റീവ്സ് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യാം. അത് നമ്മളെ പോസിറ്റീവ്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അത് ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് വരാം. അപ്പൊ നമ്മൾക്ക് എത്ര കഴിവുള്ള ആളുകൾക്ക് നേടാൻ പറ്റിയതും അതിലുപരി എന്ത് ചെയ്യാം, നമുക്ക് നേടാൻ പറ്റും. നമ്മൾക്ക് എങ്ങനെ നമ്മളെ നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്യാം, അത് നമ്മൾ എന്ത് ചെയ്യാം, പോസിറ്റീവ് മൈൻഡിലൂടെ എടുത്തിട്ട് നമ്മൾ അവരെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് വരാം. പിന്നെ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഏതൊരു സക്സസ് നേടിയ ആളുകളും ലൈഫിൽ ചെറിയ പരാജയങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവും, പിന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. പിന്നെന്ന് പറഞ്ഞാല് ഇവര് ലൈഫിൽ ഒരു സമയം ഈ അച്ചീവ്മെന്റ് എത്തുന്ന ഒരു സമയത്ത് ലൈഫിൽ നന്നായിട്ട് ബിസി ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഇവരുടെ സക്സസിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും സക്സസിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ചില ആളുകൾക്ക് പറയും, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണോ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തപ്പം ലഭിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്കറിയാം ഏതൊരു സക്സസ് പേഴ്സൺ ആണെങ്കിലും അവർ ജീവിതത്തിൽ കുറെ ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം, കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, കുറെ അവർ എന്റർടൈൻമെന്റ് സമയങ്ങൾ അവരുടെ മുന്നോട്ടുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ ഇത്തരം നമ്മളോട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്, അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നമ്മളൊരിക്കലും സമയം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാം. നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും
നമ്മുടെ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇനി അടുത്ത ഇമ്പ്രൂവ്മെന്റ് എന്താണ്, നമ്മുടെ ടാർഗറ്റിലെത്താൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു ടാർഗറ്റിലോട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ കവർ ചെയ്യാനുള്ള ടാർഗറ്റ്, അതിനുള്ള പ്ലാൻ സെറ്റ് ചെയ്യാം. ഒരിക്കലും നമ്മൾ ഇവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേട്ട് നമ്മുടെ മൈൻഡ് ആക്സലറേറ്റ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ചിന്തിച്ച് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനോ ഇരിക്കരുത്. പിന്നെ നമ്മൾ എന്താ പറയാ, ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മളുടെ ലക്ഷ്യവും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ആ ഒരു ലക്ഷ്യത്തിലോട്ടുള്ള പോക്ക്, നമ്മൾക്ക് എങ്ങനെയൊക്കെ അവിടെ എത്താൻ പറ്റും, അത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് വരിക. പിന്നെ ഞാൻ ഇതൊരു ബേണിങ്, ഇവരുടെ വാക്കുകൾ ഒരു ബേണിംഗ് ആയിട്ട് നമ്മൾ കാണുക, ഒരിക്കലും അതിനെ നമ്മൾ നെഗറ്റീവ് തോട്ടിലൂടെ കൊണ്ടുവരരുത്. അപ്പോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹലോ ആ ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കവർ ചെയ്തിട്ട് പോവാം. ഹലോ, ഓഡിബിൾ ആണോ? അതെ. ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ എന്റെ വഴിയിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാണ്. ഞാൻ വന്നിട്ടില്ല. ഈ പിങ്ക് ജോബ് എന്ന് പറയുന്നത് എന്റെ മാത്രം കോൺസെപ്റ്റ് ആണ്. അത് ഞാൻ ഫസ്റ്റ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇംപ്ലിമെന്റ് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞത് അത് നീ പറയും പോലെ അത്ര എളുപ്പമൊന്നുമല്ല, അതത്ര സക്സസ് ആവുമൊന്നുമില്ല. അതേപോലെ മാം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എന്റെ ലൈഫിലൂടെ കടന്നു വന്ന വഴികളായിരുന്നു. അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിലും അതിന്റെ ലക്ഷ്യവും മാർഗവും ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ട് വെക്കാൻ പാടില്ല. നമ്മൾ ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ നോക്കണം അതിന് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, തീർച്ചയായിട്ടും നമുക്കത് സക്സസ്സിൽ എത്തിക്കാൻ പറ്റും. നമ്മൾ ഉറച്ച തീരുമാനത്തിൽ നമ്മൾ എഫേർട്ട് ഇട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിലെത്താൻ പറ്റും. അതെ അതെ, ഇവിടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചുമ വരുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ നമ്മൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും നമുക്ക് ഫെയിലിയർ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സക്സസ്സിൽ എത്തിയിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരുപാട് തവണ പരാജയപ്പെട്ടവരാണ്. പരാജയപ്പെട്ടിട്ടും അവർ പിന്തിരിയാതെ നിന്നപ്പോഴാണ് അവർ സക്സസ്സിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇപ്പൊ പല ആളുകളെയും യൂസുഫ് അലി സാറിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് കാണുന്ന ഒരു പിക്ചർ ആയിരിക്കും നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അവരൊക്കെ നല്ല ഹാപ്പി ആണല്ലോ, പക്ഷെ അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി ഓൾറെഡി നമ്മൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ആളുകളും നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഇനി ഓഡിയൻസിന് ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാ. അതേപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഹലോ, യെസ് പറഞ്ഞോളൂ. സംസാരിച്ചോളൂ. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിച്ചു. നെഗറ്റീവ്സ് എല്ലാവരും കടന്നു പോകുന്ന നെഗറ്റീവ്സിലൂടെ തന്നെയല്ലോ, പ്രത്യേകിച്ച് അല്ലേ നമ്മൾ വിജയത്തിലെത്തുമ്പം നെഗറ്റീവ്സ് കേട്ടുകൊണ്ട് തന്നെ ഒരു തിരിച്ചറിവ് കിട്ടി. വളരെയേറെ സന്തോഷമായി. കാരണം നമുക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്കല്ലേ നമുക്ക് കൂടുതൽ നെഗറ്റീവ്സ് ആണ് കിട്ടുക. നമ്മളൊന്നിനും കൊള്ളില്ല എന്ന് പറയും. കാരണം നമുക്ക് നമ്മുടെ കഴിവുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ, അത് ഏത് രീതിയിലൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള തിരിച്ചറിവ് കിട്ടും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാ. നമ്മള് ലേഡീസ് ആണ് മിക്കവാറും ഇങ്ങനെയുള്ള കുറെ കേൾക്കാറ്. ബോയ്സ് ആവുമ്പോ പിന്നെ എന്തായാലും അവർ അതിലോട് അങ്ങനെയാണെന്ന് ആദ്യ സമൂഹം സെറ്റ് ചെയ്ത് വെച്ചതാണല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനെങ്കിൽ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ കേട്ടോ. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലായി. താങ്ക് യു മാം. ഹലോ, യെസ് പറഞ്ഞോളൂ. ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. പിന്നെ ഇതെന്താ പിങ്ക് ജോബ് എന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. അൽഹംദുലില്ലാ, അതിലൂടെ ഒരു നല്ല തിരിച്ചറിവ് നമുക്ക് കിട്ടി. പിന്നെ എൻ്റെ സംശയം, ഇതെങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന? ഓക്കെ, പ്രൊഡക്റ്റിന്റെ വിഷയമാണെങ്കിൽ നിങ്ങൾ പിങ്ക് ജോബിന്റെ ഗ്രൂപ്പിലുണ്ടല്ലോ, അതില് ആ, ലീഡേഴ്സ് പറഞ്ഞുതരും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പിങ്ക് ഹബ്ബ് എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതില് നിങ്ങൾക്ക് ക്ലാസ് കേട്ടതിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ എന്തെങ്കിലും സംശയങ്ങൾ നല്ല ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സാണ്. സ്ത്രീകളെ പൊതുവെ എല്ലാവരും താഴ്ത്തി കെട്ടിയിരിക്കുന്നിടത്തു നിന്ന് പടുത്തുയർത്തുക എന്നുള്ളൊരു സമൂഹത്തെ ഉയർത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഓരോ വർക്കിനും ഓരോന്നിനും നമ്മൾ നന്ദി പറയുന്നു. എല്ലാവരെയും ഓരോ സമൂഹവും സ്ത്രീകളെ പൊതുവെ പിന്നോക്കാക്കി വെച്ചിരിക്കുമല്ലേ. ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ തുടങ്ങിയത് കൊണ്ട് അൽഹംദുലില്ലാ വലിയ സന്തോഷം. നെഗറ്റീവ് തോട്ട്സുകൾ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? യെസ് മാം. ഇത്രയും സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്ന മാമിനെ കേട്ടിരുന്ന ഓഡിയൻസിനും ഒരുപാട് താങ്ക്സ്. സിനോറിന്റെ കമ്പനീന്റെ പേരിലും പിങ്ക് ജോബ് ടീമിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക്